17ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത മകൾ മീരയുടെ 18ാം ജന്മദിനത്തിൽ വികാരനിർഭരമായ ഒരു കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് തമിഴ് താരം വിജയ് ആന്റണിയുടെ ഭാര്യ ഫാത്തിമ. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് തമിഴ് നടനും സംഗീത സംവിധായകനുമൊക്കെയായ വിജയ് ആന്റണിയുടെ മകൾ മീരയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രാത്രി പതിവ് പോലെ ഉറങ്ങാൻ മുറിയിലേക്ക് പോയ മീരയെ പുലർച്ചെ 3 മണിയോടുകൂടി വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് അടുത്തുള്ള കാവേരി ആശുപത്രിയിൽ മീരയെ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മകളുടെ വേർപാടിന്റെ നടുക്കത്തിൽ നിന്നും ഇതുവരെയും മോചിതരായിട്ടില്ല വിജയ് ആന്റണിയും കുടുംബവും. ഇപ്പോഴാ മകളുടെ ഓർമ്മകളെക്കുറിച്ച് വിജയ് ആന്റണിയുടെ ഭാര്യയും നിർമ്മാതാവും ഒക്കെയായ ഫാത്തിമ വിജയ് ആന്റണി പങ്കുവച്ചൊരു വൈകാരികമായ കുറിപ്പ് ആരാധകരിലും സങ്കടമുണർത്തുകയാണ്. സിനിമാ ലോകത്തെ ഒട്ടാകെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു വിജയ് ആന്റണിയുടെ മകൾ മീര വിജയ് ആന്റണി ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത പുറത്തുവരുന്നത്. മരിക്കുമ്പോൾ +2 വിദ്യാർത്ഥിനിയായിരുന്നു മീര. വിജയ് ആന്റണിയുടെ മകളുടെ ആത്മഹത്യ തമിഴകത്ത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരുന്നത്. മാനസിക സംഘർഷങ്ങളെ തുടർന്നാണ് മീര ആത്മഹത്യ ചെയ്തതെന്നാണ് പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഈ ചെറിയ പ്രായത്തിൽ മീരയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കാരണം എന്താണെന്നൊന്നും വ്യക്തമല്ല. എങ്കിൽ പോലും മീര ഡിപ്രഷന് ചികിത്സ തേടിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴത്തെ മകളുടെ പിറന്നാൾ ദിനത്തിൽ വികാരനിർഭരമായ ഒരു കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് മീരയുടെ അമ്മ ഫാത്തിമ. തന്റെ എക്സ് അക്കൗണ്ടിലാണ് മകളെക്കുറിച്ച് ഫാത്തിമ എഴുതിയിരിക്കുന്നത്. വായിക്കുന്നവരുടെ കരളലിയിക്കുന്ന ഒരു കുറിപ്പ് തന്നെയാണ് ഫാത്തിമ മകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കുറിച്ചിരിക്കുന്നത്. ഇപ്പോഴും തകർന്ന ഹൃദയത്തിന്റെ ഭാഗവുമായി മുന്നോട്ട് പോകുവാനുള്ള ശ്രമത്തിലാണ് താനെന്നാണ് ഫാത്തിമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. മീര, നീ നല്ലതും വികൃതി നിറഞ്ഞതുമായ ഓർമ്മകൾ അവശേഷിപ്പിച്ചു. നിനക്ക് ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഇന്ന് നിനക്ക് 18 വയസ്സ് തികയുമ്പോൾ അമ്മ ഇപ്പോഴും ഹൃദയത്തിന്റെ തകർന്ന കഷ്ണങ്ങൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുകയാണ്. ജന്മദിനാശംസകൾ മീര വിജയ് ആന്റണി. മിസ് ഐ തങ്കമെന്നാണ് ഫാത്തിമ കുറിച്ചിരിക്കുന്നത്. ഈ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ നിരവധി ആരാധകർ ഫാത്തിമയ്ക്ക് ആശ്വാസ വാക്കുകളുമായി കമന്റുകളിലൂടെ എത്തിയിട്ടുണ്ട്. മകളുടെ മരണത്തിന് ശേഷം മകളുടെ പേര് കൂടി തന്റെ പേരിനൊപ്പം ഫാത്തിമ ചേർത്തിട്ടുണ്ട്. മുൻപ് മകളെക്കുറിച്ചുള്ള കുറിപ്പുകൾ ഫാത്തിമ പങ്കുവച്ചിട്ടുണ്ട്. മകളുടെ ഓർമ്മകൾ വരുമ്പോൾ ഇടയ്ക്ക് അവളുടെ ചിത്രങ്ങളും കുറിപ്പുമൊക്കെ ഫാത്തിമ പങ്കുവെക്കാറുള്ളത് പതിവാണ്. മീരയെ കൂടാതെ തന്നെ ലാറ എന്നൊരു മകൾ കൂടി ഫാത്തിമയ്ക്കും വിജയ് ആന്റണിക്കുമുണ്ട്. മകളുടെ മരണത്തിന് ശേഷം വിജയ് ആന്റണിയും സോഷ്യൽ മീഡിയയിൽ അന്നൊരു കുറിപ്പ് ഷെയർ ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ മകൾ മീര സ്നേഹവും ധൈര്യവുമുള്ള പെൺകുട്ടിയാണ്. ജാതിയും മതവും പണവും അസൂയയും വേദനയും ദാരിദ്ര്യവും വിദ്വേഷവുമില്ലാത്ത ഈ ലോകത്തേക്കാൾ മികച്ചതും സമാധാനപരവുമായ ഒരു സ്ഥലത്താണ് അവളിപ്പോൾ. അവൾ ഇപ്പോഴും എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാനും അവളോടൊപ്പം മരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ അവൾക്കായി സമയം ചെലവഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ തുടങ്ങുന്ന ഏതൊരു നല്ല കാര്യവും അവളുടെ പേരിലായിരിക്കും. എല്ലാം ആരംഭിക്കുന്നത് അവളായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് വിജയ് ആന്റണി മകളുടെ മരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അന്നും ഹൃദയഭേദകമായ വിജയ് ആന്റണിയുടെ ഈ ഒരു കുറിപ്പ് വായിച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് ഇദ്ദേഹത്തിനും കുടുംബത്തിനും ആശ്വാസ വാക്കുകൾ പകർന്നെത്തിയത്. അതേസമയം ചെന്നൈയിലെ ആൽവപേട്ടിലെ TTK റോഡിലെ വീട്ടിൽ 2023 സെപ്റ്റംബർ 19 പുലർച്ചെ തൂങ്ങിയ നിലയിലാണ് മീരയെ കണ്ടെത്തുന്നത്. ഗുരുതര നിലയിലായ മീരയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കുവാൻ സാധിച്ചില്ല. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം മീര കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് മീര കുറച്ചു കാലങ്ങളായി ചികിത്സയിലായിരുന്നുവെന്നുമാണ് വിവരം. മരിക്കുമ്പോൾ 16 വയസ്സ് മാത്രമായിരുന്നു മീരയുടെ പ്രായം. ചർച്ച് പാർക്ക് സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു മീര എന്ന ചലനമറ്റ് വീട്ടിലേക്ക് എത്തിയ മകളുടെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് കരയുന്ന വിജയ് ആന്റണിയുടെ വീഡിയോയും അന്ന് വൈറലായിരുന്നു. താനും മകൾക്കൊപ്പം മരിച്ചുവെന്നാണ് മീരയുടെ മരണത്തിന് ശേഷം വിജയ് ആന്റണി പറഞ്ഞത്. പൊതുവേദികളിലെല്ലാം ആത്മഹത്യാ പ്രവണതയുള്ളവർക്ക് സ്ഥിരമായി സന്ദേശം നൽകുന്ന വ്യക്തി കൂടിയാണ് വിജയ് ആന്റണി. അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ മകൾ ജീവിതമില്ലാതാക്കുവാൻ ഇങ്ങനെയൊരു വഴി തിരഞ്ഞെടുത്തത് പ്രേക്ഷകർക്കും ആരാധകർക്കും ഒരുപോലെ തന്നെ വിശ്വസിക്കുവാനും കഴിഞ്ഞിരുന്നില്ല. സ്കൂളിലടക്കം സജീവമായ വിദ്യാർത്ഥിനിയായിരുന്നു മീര വിജയ്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയിരുന്ന വിദ്യാർത്ഥിനിയായിരുന്നു മീര. സ്കൂളിലെ കൾച്ചറൽ സെക്രട്ടറിയുമായിരുന്നു മീര. സുഹൃത്തുക്കൾക്കെല്ലാം മീരയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുവാനും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പക്ഷേ വിജയ് ആന്റണിയുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒന്നിലേറെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ഉണ്ടായിട്ടുണ്ട്. മകൾ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ അച്ഛനും ചെറുപ്രായത്തിൽ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. ആ സംഭവത്തിനൊക്കെ ശേഷമാണ് ഇത്തരം പ്രവണതകൾ ആളുകളിൽ ഉണ്ടാകാതിരിക്കുവാൻ വിജയ് ആന്റണി പ്രസംഗിച്ചു തുറക്കുന്നത്. മകളുടെ വേർപാട് സംഭവിച്ച 10ാമത്തെ ദിവസം തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനായി വിജയ് ആന്റണി പൊതുവേദിയിൽ എത്തിയതും അന്ന് വാർത്തയായിരുന്നു. ജീവിതത്തിൽ അത്രയും തീവ്രമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി വന്നു പോകുന്നതാണ്. എല്ലാത്തിനെയും നേരിട്ടല്ലേ പറ്റുമെന്നാണ് വിജയ് ആന്റണി എന്ന് പറഞ്ഞത്. കഴിഞ്ഞതൊന്നും താൻ മറക്കില്ല. അത് തന്റെ ചിന്തകളെയും മനസ്സിനെയും കൂടുതൽ ശക്തമാക്കും. അതുകൊണ്ടാകാം ഇങ്ങനെ ആകുന്നതെന്നാണ് തന്റെ പോസിറ്റിവിറ്റിക്ക് പിന്നിലെ കാരണം വെളിപ്പെടുത്തിക്കൊണ്ട് അന്ന് ആ ഒരു പൊതുചടങ്ങിൽ വെച്ച് വിജയ് ആന്റണി പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.